മംഗളൂരുവിൽ സംസാരശേഷിയില്ലാത്ത യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തു. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. പശ്ചിമബംഗാൾ സ്വദേശിനിയായ യുവതിയാണ് ബലാത്സംഗത്തിനിരയായത്. കുമ്പള സ്വദേശി മിഥുൻ, മുൾക്കി സ്വദേശി പ്രഭുരാജ്, മംഗളൂരുവിൽ താമസിക്കുന്ന മണി എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നലെ ജോലി അന്വേഷിച്ച് മലയാളിയായ ആൺ സുഹൃത്തിനൊപ്പമാണ് യുവതി മംഗളൂരുവിൽ എത്തിയത്. ಒಬ್ಬ ಸಸ್ಪೆಕ್ಟ್ ಆಟೋ ಡ್ರೈವರ್, ಅವರ ಹೆಸರು ಪ್ರಭುರಾಜ್, 38 ವರ್ಷ. ಇವರು ಈಗ ಮುಲ್ಕಿಯಲ್ಲಿ ವಾಸ ಮಾಡ್ತಾರೆ. ಅವರು ಸುಮಾರು 10 ವರ್ಷಕ್ಕಿಂತ ಹೆಚ್ಚು ಪೀರಿಯಡಿಂದ ಆಟೋ ಡ್ರೈವಿಂಗ್ ಕೆಲಸ ಮಾಡ್ತಾರೆ ಸಿಟಿ ಭಾಗದಲ್ಲಿ. ಸೊ ನಿನ್ನೆ ಮಧ್ಯಾಹ್ನ 2:15 ಈ ಆಟೋ ಡ್ರೈವರ್ ಅವಳಿಗೆ ಪಿಕಪ್ ಮಾಡಿ. കെ.വി. ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്തെ, മംഗളൂരുവിലെ ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അങ്ങേയറ്റം ദാരുണമായ സംഭവം നടന്നത്. പശ്ചിമ ബംഗാൾ സ്വദേശിയായ സംസാരശേഷിയില്ലാത്ത യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. ഏതായാലും ഇന്ന് പുലർച്ചെയാണ് ഈ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നഗരത്തിൽ ഓട്ടോ ഓടിക്കുന്ന പ്രഭുരാജ്, ഒപ്പം മിഥുൻ, മണി, 3 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിൽ പോലീസ് പറയുന്നത് പുലർച്ചെ 1 മണിയോടുകൂടി ഈ യുവതി ബഹളം വെക്കുന്ന കേട്ട് നാട്ടുകാരാണ് 112 എന്ന നമ്പറിലേക്ക് പോലീസിന്റെ സഹായം തേടി വിളിക്കുന്നതും. പോലീസ് അവിടെ എത്തുമ്പോഴേക്കും ഈ പെൺകുട്ടിയുടെ ദേഹത്ത് വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ മദ്യം നൽകി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഈ പെൺകുട്ടി ഒരു 3 വർഷത്തോളമായി കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ട് ഇരുന്നതാണ്. ആൺ സുഹൃത്ത് ഇത്തരത്തിൽ മംഗളൂരുവിൽ ജോലി തരപ്പെടുത്തി നൽകാം എന്ന് പറഞ്ഞാണ് അവിടത്തേക്ക് കൊണ്ടുപോകുന്നതും. ബൈജു കേൾക്കുന്നുണ്ടോ? തുടരാമോ? തുടരാം. രഞ്ജിത്തെ, അതിനുശേഷം ഈ പെൺകുട്ടി മൊബൈൽ റിപ്പയറിംഗ് കടയിലേക്ക് പോകുന്നതിനിടെ ഓട്ടോറിക്ഷയിൽ പോവുകയും അയാളുമായി സൗഹൃദത്തിലാകുമായിരുന്നു. പിന്നീട് ഈ ഓട്ടോ ഡ്രൈവറാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ മറ്റ് 2 സുഹൃത്തുക്കളെ ഒപ്പം ചേർന്ന് ഈ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായെന്ന് വൈദ്യ പരിശോധനയിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോലീസ് ഇതിൽ കൂടുതൽ പേരുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം തേടുന്നുണ്ട്. ഈ പെൺകുട്ടി നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങവേ ഈ ഓട്ടോ ഡ്രൈവറോട് തന്നെ കങ്കനാട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവേണമെന്ന് പറയുകയും പിന്നീട് ആ കങ്കനാടി റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിയാണ് ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തത്. പുലർച്ചയോടുകൂടി പെൺകുട്ടി ബഹളം വെക്കുന്നത് കേട്ട് നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിക്കുകയും പിന്നീട് ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ വൈദ്യപരിശോധന നടത്തിയതിനു ശേഷമാണ് ഈ കൂട്ട ബലാത്സംഗത്തിനിരയായ കാര്യം തിരിച്ചറിഞ്ഞത്. ഏതായാലും 3 പേരെ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേര് ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. മലയാളി സുഹൃത്തിനൊപ്പം എത്തിയ യുവതിയാണ് ഇത്തരത്തിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. ഒപ്പം ഈ യുവതി സംസാരിക്കാൻ ശേഷിയില്ലാത്ത ആളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വല്ലാതെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്.